നൂല് സൂചിയിലേക്ക് കോർക്കുമ്പോൾ ചിലപ്പോൾ താഴെ ഉണ്ടാവും. അതിന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് മേലേക്ക് കൊണ്ടുപോയാൽ മതി. എന്നിട്ട് നൂല് മെല്ലെ ഇതിലേക്ക് കോർക്കാം. അടുത്തത് നമുക്ക് ബോബിനും ബോബിൻ കേസും. ഇതിൽ ബോബിൻ എങ്ങനെ ചുറ്റിയെടുക്കാമെന്ന് കാണിച്ചു തരാം. ഇത് ഈ മെഷീനിലെ ബോബിൻ വൈൻഡറാണ് ഇവിടെ. ഇതിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് നൂലെടുത്തിട്ട് ഇതിലേക്ക് കോർക്കുക. ഫസ്റ്റ് ഒരു 3 സെക്ഷനായിട്ട് നമുക്ക് മാറ്റാം. ഒന്ന് റൗണ്ട് മെഷർമെൻറ്റ്, ഒന്ന് വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ്, ഒന്ന് സ്ലീവ് മെഷർമെൻറ്റ്സ്. ചെസ്റ്റ് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് ചെസ്റ്റ് വരുന്നത്. ബസ് പറയുന്നത് ഈ ബസ് പോയിന്റിൽ നിന്ന് എടുക്കുന്ന റൗണ്ടാണ്. പിന്നെ വേസ്റ്റ് വരുന്നത് ഇവിടെ, ഹിപ്പ് സെക്ഷൻ വരുന്നത് ഇവിടെ. ഒരു ഫാഷൻ ഡിസൈനർ ആകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? തുടക്കക്കാർക്കുള്ള ടൈലറിംഗ് കോഴ്സ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾക്ക് ഫാഷൻ ഡിസൈനിങ്ങിൽ പ്രാവീണ്യം നേടാനും നിങ്ങളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഞങ്ങളുടെ വിദഗ്ധർ നടത്തുന്ന തയ്യൽ ക്ലാസുകൾ, ഞങ്ങളുടെ വിദഗ്ധർ നടത്തുന്ന ടൈലറിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്ക് തയ്യൽ ലോകത്തിലേക്ക് പുതിയ ചുവട് വയ്ക്കാൻ സാധിക്കും. എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് പഠിക്കുന്നത് മുതൽ വസ്ത്രനിർമ്മാണ മേഖലയിൽ പ്രാവീണ്യം നേടുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. വരൂ, നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് മെഷർമെന്റ്സിലേക്ക് തുടങ്ങാം. ബേസിക് മെഷർമെന്റ്സ് എങ്ങനെയായിരിക്കും, ഏതൊക്കെ മെഷർമെന്റ്സ് എടുക്കാം, എങ്ങനെ എടുക്കാമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു 3 സെക്ഷനായിട്ട് നമുക്ക് മാറ്റാം. ഒന്ന് റൗണ്ട് മെഷർമെൻറ്റ്, ഒന്ന് വെർട്ടിക്കൽ മെഷർമെൻറ്റ്സ്, ഒന്ന് സ്ലീവ് മെഷർമെൻറ്റ്സ്. ഫസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. റൗണ്ട് മെഷർമെൻറ്റ്സിൽ ഫസ്റ്റ് വരുന്നത് ചെസ്റ്റ് മെഷർമെൻ്റ് ആണ്. പിന്നെ വരുന്നത് ബസ്റ്റ് റൗണ്ട് ആണ്, ബസ്റ്റ്. പിന്നെ വരുന്നത് വേസ്റ്റ് റൗണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മാനിക്യൂറിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വരുന്നത് ഹിപ്പ് റൗണ്ട് ആണ്. ഇത് ഫസ്റ്റ് സെക്ഷൻ. ഈ സെക്കൻഡ് സെക്ഷനിൽ വെർട്ടിക്കൽ മെഷർമെന്റ്സ് ആണ്. ഫസ്റ്റ് വരുന്നത് ബസ്റ്റ് പോയിന്റ്. വെർട്ടിക്കൽ മെഷർമെന്റ്സിൽ വരുന്നത് ഫസ്റ്റ് ബസ്റ്റ് പോയിന്റ് ആണ്. പിന്നെ വേസ്റ്റ് ലെങ്ത്, ഹിപ്പ് ലെങ്ത്, പിന്നെ ഫുൾ ലെങ്ത്. ഇത്രയാണ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ. പിന്നെ വേണ്ടത് സ്ലീവ് മെഷർമെന്റ്സ്. സ്ലീവ് മെഷർമെന്റ്സിൽ വരുന്നത് ആം ഹോൾ, ആം റൗണ്ട്, സ്ലീവ് ലെങ്ത്, പിന്നെ സ്ലീവ് ഓപ്പണിംഗ്. പിന്നെ വരുന്നത് നെക്ക് ലൈൻ പൊസിഷൻ, നെക്ക് ലൈൻ മെഷർമെന്റ്സ്. ഓക്കെ, അപ്പോൾ നെക്ക് ലൈൻ, അതിൽ വരുന്നത് ഫ്രണ്ട് നെക്ക്, പിന്നെ ബാക്ക് നെക്ക്. പിന്നെ വരുന്നത് ലാസ്റ്റ് ഷോൾഡർ പോയിന്റ്. ഷോൾഡർ, അത് പോയിന്റ് ടു പോയിന്റ്, പോയിന്റ് ടു പോയിന്റ് മെഷർമെന്റ്സ്. തുടക്കക്കാർക്കുള്ള ടൈലറിംഗ് കോഴ്സിലെ അളവെടുക്കുന്നതിന്റെ അടിസ്ഥാന ഭാഗങ്ങൾ അടങ്ങിയ ഒരു ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നുപോയത്. ഈ കോഴ്സിലെ ഇമ്പോർട്ടന്റ് ചാപ്റ്ററുകളിൽ ഒന്നാണ് ഇത്. ഈ ഭാഗത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഏറെ അനിവാര്യമാണ്. കൂടാതെ മെഷീനിൽ എങ്ങനെ ത്രെഡ് ചെയ്യാം, കടലാസിലും തുണിയിലുമുള്ള തുന്നലുകൾ, ഇത്തരത്തിലുള്ള ബേസിക് കാര്യങ്ങൾ എങ്ങനെ പഠിക്കാം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. തുടക്കക്കാർക്കുള്ള ടൈലറിംഗ് കോഴ്സിന്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് വീഡിയോ ഇപ്പോൾ ബോസ്വാല ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നമുക്കിനി വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം.
ഇനി ബേസിക് മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ ഈ മാനിക്വിനിൽ കാണിച്ചു തരാം. ആക്ച്വലി ഈ മാനിക്വിന് ഒരു മീഡിയം സൈസ് ലാർജ് സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാനിക്വിൻ്റെ സൈസാണ്. നോർമലി ഇതിനകത്ത് ഒരുപാട് സൈസസ് വരുന്നുണ്ട്. സ്മോൾ സൈസ്, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ഇതെല്ലാം ഓരോ ആളുകളുടെ ഹൈറ്റ്, വെയ്റ്റ്, സൈസ് അനുസരിച്ചിട്ടാണ് മെഷർമെൻറ്റ്സ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷർമെൻറ്റ്സ് എത്ര ഉണ്ടാവുമെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ടേബിളിൽ പിന്നെ കാണിച്ചു തരാം, അടുത്ത സെക്ഷനിൽ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം ലാർജ് സൈസിൻ്റെയാണ്. അത് എങ്ങനെ വരുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് വരുന്നത് റൗണ്ട് മെഷർമെൻറ്റ്സ് ആണ്. റൗണ്ട് മെഷർമെൻറ്റിൽ ചെസ്റ്റ് മെഷർമെൻറ്റ് എന്താണ് മാനിക്വിനിൽ വരുന്നതെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ടേപ്പ് എടുക്കുക. ഓക്കെ, ടേപ്പിൽ വരുന്നത് കണ്ടോ, ഇഞ്ചസിലാണ് നമ്മൾ എടുക്കുന്നത്. കൂടുതൽ സെൻറ്റിമീറ്റേഴ്സിൽ എടുക്കില്ല, ഇഞ്ചസിലാണ് ബേസിക്കലി നമ്മൾ എല്ലാ ടൈലേഴ്സ് എടുക്കുന്നത്. ഓക്കെ, ചെസ്റ്റ് മെഷർമെൻറ്റ്. ഫസ്റ്റ് നമ്മൾ ചെസ്റ്റ് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് ചെസ്റ്റ് വരുന്നത്. ബസ് പറയുന്നത് ഈ ബസ് പോയിന്റിൽ നിന്ന് എടുക്കുന്ന റൗണ്ടാണ്. പിന്നെ വേസ്റ്റ് വരുന്നത് ഇവിടെ, ഹിപ്പ് സെക്ഷൻ വരുന്നത് ഇവിടെ. അപ്പോൾ ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈ എൻഡ് പോയിന്റ്, ഈ ആം ഹോളിൻ്റെ താഴെയില്ലേ, അവിടെ നിന്ന് ഈ ആം ഹോളിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ വരും. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളെ വിരലുകൾ ഫുള്ളായിട്ട് ഉള്ളോട്ട് പോകാനും പാടില്ല, അധികം ടൈറ്റ് ആവാനും പാടില്ല. ജസ്റ്റ് 1 ഫിംഗർ ടച്ചിൽ ഈ ഒരു ഫിംഗറിൽ ഇങ്ങനെ വെച്ചിട്ട് അളവെടുക്കുക. ഓക്കെ, ഇതാണ് ചെസ്റ്റ് മെഷർമെൻറ്റ്. ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് 36 ഇഞ്ചസ് എഴുതാം. ഇത് മീഡിയം ലാർജ് സൈസിൻ്റെ ആണ്. ഇനി അടുത്തത് ബസ്റ്റ് റൗണ്ട്. ബസ്റ്റ് റൗണ്ട് ഈ സെക്ഷനാണ്. ഫസ്റ്റ് റൗണ്ട് ഇവിടെ നിന്ന് ബസ് ടു ബസ് പോയിന്റിൽ നിന്നും റൗണ്ട് എടുക്കുക. ഇതും ഏകദേശം സെയിം ആയിരിക്കും, ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും. ബട്ട് ആസ് പെർ മാനിക്വിനിൽ സെയിം സൈസാണ് വരുന്നത്, ചെസ്റ്റും ബസ്റ്റും. ജസ്റ്റ് 1 ഫിംഗർ ഇൻസൈഡ് വെച്ചിട്ട് അളവെടുക്കുക. ശ്രദ്ധിക്കണം, ഒരുപാട് ടൈറ്റ് ആവരുത്, ഒരുപാട് ലൂസും ആവരുത്. അതും സെയിം 36 ഇഞ്ചസ്. ഇനി വേസ്റ്റ് റൗണ്ട്. വേസ്റ്റ് റൗണ്ടാണ് ഈ ബെൽറ്റ്, ഈ കാണുന്ന സെക്ഷനാണ് വേസ്റ്റ് റൗണ്ട്. ഇത് വേസ്റ്റ് റൗണ്ട്. ഓക്കെ, അത് 28 ഇഞ്ചസ്. പിന്നെ വരുന്നത് ഹിപ്പ് റൗണ്ട്. ഈ സെക്ഷനാണ് ഹിപ്പ് റൗണ്ട്. ജസ്റ്റ് ഒരു 3 to 4 ഇഞ്ചസ് താഴെ. ഹിപ്പ് റൗണ്ട് വരുന്നത് 37 വരും. 37.5 ആണ് ഏകദേശം വരുന്നത്. ബസ് റൗണ്ടിനേക്കാളും 1.5 ഇഞ്ച് കൂടുതലായിരിക്കും. 7.5 ഇഞ്ചസ്. ഇനി അടുത്തത് വരുന്നത് വേർട്ടിക്കൽ മെഷേഴ്സ് ആണ്. അതിൽ റൗണ്ട് അല്ല, സ്ട്രെയിറ്റ് മെഷർമെൻറ്റ്സ് ആണ്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് ആണ് എടുക്കേണ്ടത്. ഫസ്റ്റ് വരുന്നത് ബസ് പോയിന്റ്. ബസ് പോയിന്റ് ഇത് ഷോൾഡർ ആണ്. ഷോൾഡറിന് നമുക്ക് എപ്പോഴും ഈ ഒരു മിഡിൽ പോർഷനിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ലെങ്ത് എടുക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ബസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ് ബസ് പോയിന്റ് വരുന്നത്. ഓക്കെ, അവിടെ നിന്ന് ജസ്റ്റ് ബസ് പോയിന്റിൻ്റെ അവിടെ പോയിന്റ് വെക്കുക. 10 ഇഞ്ചസ്. ഇവിടെ വരരുത്, ഇങ്ങനെ ക്രോസ് ആയിട്ട് വരരുത്, അല്ലെങ്കിൽ ഇങ്ങനെയും വരരുത്, ജസ്റ്റ് സ്ട്രെയിറ്റ് ഈ ഒരു ലൈൻ കാണുന്ന ആ ഒരു പൊസിഷൻ അനുസരിച്ച് വരണം. അപ്പം 10 അല്ല 9.5 വരണം. പിന്നെ വരുന്നത് വേസ്റ്റ് ലെങ്ത്. നമ്മളിപ്പോൾ വേസ്റ്റ് റൗണ്ട് എടുത്തില്ലേ, അവിടെ നിന്നാണ് വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത്. സെയിം ഷോൾഡർ പോയിന്റിൽ നിന്ന് വേസ്റ്റ് ലെങ്ത് എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക, ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ വളഞ്ഞ് തന്നെ കൊണ്ടുപോകണം. 17 ഇഞ്ചസ്. പിന്നെ വരുന്നത് ഹിപ്പ് ലെങ്ത്. നമ്മൾ എവിടെ നിന്നാണോ ഹിപ്പ് റൗണ്ട് എടുത്തത് അവിടെ നിന്ന് ഹിപ്പ് ലെങ്ത് എടുക്കണം. ഷോൾഡർ ടു ഹിപ്പ്, ഇതാണ് ഹിപ്പ് മെഷർമെൻറ്റ്. ഹിപ്പ് മെഷർമെൻറ്റിൽ 21. ഷോൾഡർ ടു ഹിപ്പ് 21. ഫുൾ ലെങ്ത് ഓരോ പേഴ്സൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് വരിക. അതുകൊണ്ട് ഒരു ആവറേജ് നമുക്ക് 40 to 43
ഇഞ്ചസിൽ എടുത്താൽ മതി. അത് നമ്മൾ തയ്ക്കാൻ നിൽക്കുമ്പോൾ നിങ്ങളെ സ്വന്തം മെഷർമെൻറ്റ്സ് എടുത്തിട്ട് ഫുൾ ലെങ്ത് എടുത്താൽ മതി. ഏത് ഡ്രസ്സാണോ തയ്ക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ഫുൾ ലെങ്ത് എടുത്താൽ മതി. ഇപ്പോൾ ഒരു ആവറേജ് 42-43 ഇഞ്ചസ്, ഞാൻ 42 ഇഞ്ചസ് എടുത്തിട്ടുണ്ട്. ബസ് പോയിന്റ് മെയിൻലി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെർഫെക്റ്റ് ഫിറ്റിങ്സിന് വേണ്ടിയിട്ടാണ്. ബ്ലൗസിനൊക്കെ സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ പലതരം സ്റ്റിച്ചസ് ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ബസ് പോയിന്റ് മെയിനായിട്ട് എടുക്കുന്നത്. വേസ്റ്റ് ലെങ്ത് എടുക്കുന്നത് മെയിൻലി ക്രോപ്പ് ടോപ്സിനാണ്, ജീൻസിനും പലാസോ പാൻസിനും കാഷ്വൽ വിയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ലെങ്ത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഹിപ്പ് ലെങ്ത് എന്ന് പറയുന്നത് നോർമൽ ടോപ്സ് വേസ്റ്റ് ലെങ്തിനേക്കാളും കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ടോപ്സിന് വേണ്ടിയിട്ടാണ്. അതും നോർമലി സ്കേർട്സിന് യൂസ് ചെയ്യാം, ജീൻസിന് യൂസ് ചെയ്യാം, എനി ടൈപ്പ് ഓഫ് പാൻസിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ ലെങ്ത് വരുന്നത് എ ലൈൻ കുർത്തീസ്, ഗൗൺസ്, അത് ഇതനുസരിച്ച് ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫുൾ ലെങ്ത് എടുക്കാം. നെക്സ്റ്റ് വരുന്നത് സ്ലീവ് മെഷർമെൻ്റ് ആണ്. ആക്ച്വലി സ്ലീവ് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് വരുന്നത് ആം ഹോളാണ്. ആം ഹോള് ഈ ഒരു സെക്ഷനാണ് എടുക്കേണ്ടത്. ഇങ്ങനെ റൗണ്ടായിട്ട് പോകണം. ഈ ഒരു ലൈൻ കാണുന്നില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ടേപ്പ് റൗണ്ട് ചെയ്താൽ മതി. ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ റൗണ്ടായിട്ട് പോവാം. ഇവിടെയാണ് എൻഡിങ് വരുന്നത്. ആം ഹോള് ഈ ഒരു സെക്ഷനാണ് വരുന്നത്. 15 ഇഞ്ചസിൽ ആം ഹോള് വരുന്നത്. ഇനി ആം റൗണ്ട് ആണ് വരുന്നത്. ആം റൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു സെക്ഷനാണ്. നമുക്ക് ആം ഹോളിൻ്റെ ഈ ഒരു സെക്ഷനിന് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഒരുപാട് ടൈറ്റ് ആവാതെ നോർമൽ മെഷർമെൻറ്റ് എടുത്തിട്ട് എടുക്കുക. അപ്പോൾ എനിക്ക് 13 വരുന്നത്. അപ്പം 13 ഇഞ്ചസ്. പിന്നെ വരുന്ന സ്ലീവ് ലെങ്ത്. ഞാൻ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് തന്നെ കാണിച്ചു തരാം. ഈ ഒരു ഷോൾഡർ പോയിൻറ്റിൻ്റെ ഈ സെക്ഷന് ഈ ഒരു സെക്ഷനിലേക്ക്, ഓക്കെ, ഇത് വരുന്നത് 15 ഇഞ്ചസിലാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ, 15 ഇഞ്ചസ് ഈ ഒരു സെക്ഷൻ. ഇത് ഏകദേശം 3/4 സ്ലീവ് എന്നാ പറയാം. 15 ഇഞ്ചസ്. ഇനി വരുന്നത് സ്ലീവ് ഓപ്പണിംഗ് ആണ്. ഈ സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു സെക്ഷനാണ് ഞാൻ പറയുന്നത്. അത് ഓരോ സ്ലീവിന് അനുസരിച്ച് ഫിറ്റിംഗ് അനുസരിച്ച് നമുക്ക് റൗണ്ട് എടുക്കാവുന്നതാണ്. ഇത് ജസ്റ്റ് സ്ലീവിൻ്റെ ഓപ്പണിംഗ് ഈ ഒരു സെക്ഷൻ. ഇത് വരുന്നത് 6.534. അത് ലെങ്ത് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സ്ലീവ് ഓപ്പണിംഗ് എടുക്കാം. ഓക്കെ, ഇതിന് വരുന്നത് 6.5 ആണ്. ഇനി അടുത്തത് വരുന്നത് നെക്ക് ലൈൻ പോർഷനാണ്. ഇതാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് എപ്പോഴും മാറിപ്പോയേക്കാം. അത് എങ്ങനെയാണെന്ന് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഷോൾഡർ മെഷർമെൻറ്റ് പോയിന്റ് ടു പോയിന്റ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. സാധാരണ എല്ലാവരും ഷോൾഡർ ഇതിലേക്ക് കൂടി എടുത്തിട്ട് പോയിന്റ് ടു പോയിന്റ് ആണ് എടുക്കുന്നത്. അത് ശരിയല്ല കേട്ടോ. അതെടുക്കാതെ നമുക്ക് എപ്പോഴും ഫ്രണ്ട് എന്ന് ഷോൾഡർ എടുക്കുക. ഈ പോയിന്റ് ടു ദിസ് പോയിന്റ് ഈ ഒരു സെക്ഷനിൽ എടുക്കുക. ഞാൻ എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടും. ഇത് 14 ഇഞ്ചസ് ആണ് വരുന്നത്. 14 ഇഞ്ചസ്. ഫ്രണ്ട് നെക്ക് എപ്പോഴും നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ക്രോസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ നിന്ന് ഫ്രണ്ട് നെക്ക് പൊസിഷൻ നമുക്ക് ഒരിക്കലും എടുക്കാൻ പാടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ക്രോസ് ആയിട്ട് നിങ്ങൾക്ക് എത്ര ഡീപ്പ് വേണോ ആ ഡീപ്പ് അനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഡീപ്പ് വേണമെന്നുണ്ടെങ്കിൽ 8 ഇഞ്ചസ് എടുക്കാം. മീഡിയം ആണെങ്കിൽ 6.5 to 7 എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ്ഡ് ഇതാണ് നെക്ക് ലൈൻ ആണ് വേണമെങ്കിൽ ഒരു 5.5 ഇഞ്ചസിൽ എടുത്താൽ മതിയോ. അപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 7 എടുക്കാം. ഇവിടെ നിന്ന് 7 ഇഞ്ചസ് ഫ്രണ്ട് നെക്ക് ലൈൻ. ബാക്കിലാകുമ്പോൾ അതൊരു എപ്പോഴും സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ്. അത് നോർമലി നമുക്ക് 5 ഇഞ്ചസിൽ തന്നെ എടുക്കാം. പിന്നെ ഓരോ ആൾക്കാരുടെ ഡെപ്ത് അനുസരിച്ചിട്ട് അത് ഇങ്ങനെ തണ്ടും. അത് ബാക്ക് സൈഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ബാക്ക് പാർട്ടിൽ നിന്ന് ഓരോ ഡീപ്പ് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ആക്ച്വലി ബ്ലൗസിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഡീപ്പ് അനുസരിച്ച് എടുക്കുമ്പം സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് 8.5 ആണ് വരുന്നത്. ഇപ്പോൾ നോർമൽ ഒരു കുർത്തിയോ ടോപ്സിനോ ഏതെങ്കിലും ഒരു ബേസിക് ഡ്രസ്സിനാണെങ്കിൽ ഒരു 5 അല്ലെങ്കിൽ 4.5 ഇഞ്ച്. ഞാനിപ്പോൾ 5 ഇഞ്ചസ് എടുക്കാം. ശ്രദ്ധിക്കണം, ഒരിക്കലും സ്ട്രെയിറ്റ് എടുക്കരുത്, ക്രോസ് ആയിട്ട് തന്നെ എടുക്കണം. 5 ഇഞ്ചസ്.
അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് മെഷർമെൻറ്റ് എടുക്കേണ്ടത്. ആദ്യം നിങ്ങൾ ഇത് എങ്ങനെയാണെന്ന് സ്വന്തം ബോഡീസിൽ നോക്കിയിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാവുന്നതാണ്. ആക്ച്വലി ഇത്രയും പറഞ്ഞത് ഞാനൊരു ഫീമെയിൽ ബോഡി മെഷർമെൻറ്റ്സിനാണ്. ജെൻസിനാണെങ്കിലും ഏകദേശം ഇതേ പ്രൊസീജിയേഴ്സാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. മെഷർമെൻറ്റ്സിൻ്റെ വ്യത്യാസം വരും, പക്ഷേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഏകദേശം സെയിം ആണ്. ഈ ഒരു മെഷർമെൻറ്റ്സിൽ തന്നെ ബോഡീസിൽ ജെൻസിൻ്റെ എടുക്കുക. അത് ഏത് പാറ്റേൺ ആണ്, ഷർട്ടിനാണോ കുർത്തയ്ക്കാണോ അതനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ് ചെയ്യണം. അതൊക്കെ അഡ്വാൻസ് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ ഈ മോഡലിന് ശേഷം അടുത്ത മോഡലിൽ നമുക്ക് നെക്ക് ലൈനിൽ പേപ്പർ ക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ അതിനുശേഷം അതിൻ്റെ ക്യാൻവാസ് ഉണ്ട്, പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട്. ഇത് ഓരോ മോഡ്യൂൾസിൽ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. തുടക്കക്കാർക്കുള്ള ടൈലറിംഗ് കോഴ്സിലെ അളവെടുക്കുന്നതിനുള്ള അടിസ്ഥാന പാഠങ്ങൾ അടങ്ങിയ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. ഈ ഭാഗം ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഈ കോഴ്സ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും സ്വന്തമായി ടൈലറിംഗ് ബിസിനസ് ആരംഭിക്കാൻ കഴിയും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.